കട്ടൻ ചായ എടുത്തേ. നല്ല ഇതെന്ത് കേക്ക്? ഇതൊക്കെ പുതിയത് വരവാണല്ലോ. ഇന്നലെ വന്നതാ. നന്നായി. ഒന്നും ഉണ്ടായില്ല. പുള്ളി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അല്ല, അത് നന്നായി. ആ സാധനങ്ങൾ കിട്ടുമല്ലോ. ആരെങ്കിലും വന്നവരൊക്കെ എടുത്ത് തിന്നുകയാണെങ്കിൽ. ഇതെന്താ? ഇത് വെട്ട് കേക്ക് അല്ലേ? അത് വെട്ട് കേക്ക്. ഇത് വെട്ടുണ്ടാ. വെട്ടുണ്ട. പക്ഷെ എനിക്ക് ആ ബിസ്ക്കറ്റ് ഉണ്ടെന്ന് വേണം. എടുത്തോ. വെറ്റി കൊണ്ടുപോയി പിന്നെ കേക്ക് കുഞ്ഞിന് ഇതിനും പൈസക്ക് വ്യത്യാസം ഉണ്ടല്ലേ? ചെറുതിനും 5-10. ഇതിന് 5, ഇതിന് 10. ബായി വേണമായിരുന്നാ? അപ്പൊ ഒരു കട്ടൻ ചായ. ബേബിയുടെ കടയിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൊന്ന് ഞാൻ കഴിച്ചിട്ടേ പോകുന്നത്. അച്ഛനോട് പറഞ്ഞേ, നീ ചെല്ലുമ്പോഴത്തേക്ക് രഹന വീട്ടിൽ പോയിട്ടുണ്ടാവുന്നു. അല്ല, ഞാൻ പറഞ്ഞു പല്ല് വെച്ചില്ല, പല്ല് കഴിക്കട്ടെ എന്ന്. അപ്പൊ അച്ഛൻ പറയണേ, നീ ചെല്ലുമ്പോഴത്തേക്ക് രഹന അതിന്റെ പാട് വെക്കാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. നീ വേഗം ചെല്ലുമ്പോൾ ശല്യം അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. ഇവിടെ മഴ വന്നു. പിന്നെ അപ്പത്തേക്ക് ആ കേസ് വന്നില്ലേ? കേസ് വന്നത് എപ്പോഴാ? ഞങ്ങൾ വന്നതിന് മുന്നേ 7:30 ഉണ്ടാവുമായിരിക്കും കേസ് വന്നപ്പോ. ആള് കുളിച്ചു. ഇവിടെ വന്നു കുളിച്ചു. ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ആള് കുളിക്കും. അപ്പൊ ഞാൻ എൻ്റെ അടുക്കളയിലെ പണി ഒരു ലൈവ് ഇടലൊക്കെ കഴിഞ്ഞു. 2 ദിവസം തുണി മടക്കിക്കും. മുകളിൽ താഴെ ഇറക്കണമെങ്കിൽ സുനി വന്നിട്ടുണ്ട്. അതിന് മാത്രം തുണിയുണ്ട്. ഞാൻ ഇറക്കി ഇവിടുന്ന് വല്ലയിടത്തും ഇതിൻ്റെ അടി വീണു. അപ്പൊ എല്ലാം അവിടെ ഇട്ടേക്കാണ് ഉണങ്ങണത്. മുകളിൽ എടുത്തത് കുട്ടൂസാ. ഹൈവ എന്നെയല്ല. അപ്പൊ അത് നിങ്ങക്ക് ഇടാമോടാ? ഞാൻ അങ്ങനെ നോക്കി മോതിരമുണ്ടല്ലോ. സ്വർണ്ണം ഉപയോഗിക്കരുന്നു. പക്ഷെ സ്വർണ്ണത്തിന്റെ ഫാനുണ്ട്. മോതിരം ഉപയോഗിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ സ്വർണ്ണത്തിന്റെ ഉപയോഗിക്കാം. കഴുത്തിന് 100 വരെ മാലയിട്ട് നമുക്ക് വെക്കാം. അങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളുടെ സാധനം. ഒരു മാതാവ് എല്ലാ സമയത്തും അതുപോലെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? കുത്തണം അല്ലേ? സൂപ്പറാട്ടോ. കാലത്ത് ഇനിയാകുമ്പോ നല്ല ക്രിസ്പിയാണ്. അപ്പൊ ഇന്ന് മഴയും കത്തി. രാവിലെ മഴ,
അപ്പൊ ചോർക്കണ്ട ഈ അമ്മായിക്ക് ചേച്ചിക്ക് എന്താ പറ്റുന്നു ഇല്ലില്ല ചെവിയിൽ തോന്നാ ഇല്ല ചുമ്മാ ഒരു തമാശ പറഞ്ഞതാണ് സബാഷ് കുഞ്ഞിൻ്റെ വീഡിയോ കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ ഇതൊക്കെയാണ് ബേബിയുടെ കടയാണ് ബേബിയുടെ പിന്നെ എന്നാട്ടില്ലേ അപ്പൊ ഇതിനകത്ത് കൂടുതൽ കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് ഒരു കട അപ്പം നിർത്തുന്നു എനിക്കിത് മതി ഇത് ഇത് മതി അമ്മയെ ഇത് തന്നെ വേണമെന്ന് അല്ല ഞാൻ ഇത് തന്നെ മതി എന്ന് പറയാൻ നമുക്ക് ഇവരായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുതൽ അല്ല ഇവര് മാറ്റാണല്ലോ അല്ല ഇവര് മാറിയാലും ബേബീനെ അത് വേറെ കാര്യമുണ്ട് നമ്മള് ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല ഒരു അവകാശം പറയും അതിനൊക്കെ ബേബി പറഞ്ഞു പോയി ഇവര് നമ്മള് വാങ്ങിച്ചു കഴിഞ്ഞല്ലേ ഞാൻ പറയട്ടെ നമ്മളൊരു വീട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒഴിഞ്ഞു മാറാല്ലേ മാറണം ഇവരെന്തിനാ ഇവരെ നിർത്തുന്നതിനാ അതെ ചോദിക്ക് അമ്മേനും മോളെയും കേട്ടണ്ട ഞാൻ പറയാ ഒരു ആരും വേണ്ട സെക്രട്ടറി പ്രസിഡന്റ് ആരാ ആ പ്രസിഡന്റും സെക്രട്ടറിയും സുനി എംഡിയും പ്രസിഡന്റ് കണ്ടിട്ട് അവോ ഇവിടെ ചോദിച്ചോക്കായി ഇവിടെ ഉണ്ടാവും ഒപ്പിട്ടുണ്ടാവും ഒപ്പിട്ട് പോയിട്ടുണ്ടാവും എവിടെയും പോയി തപ്പാണ്ടാവും എവിടെയും പോയിട്ടുണ്ടാവും പണിക്ക് പോയി പേടി പിടിക്കട്ടെ ഒഴുക്കട്ട 10 രൂപ 12 ആ ഇതൊക്കെ 2 രൂപയുടെ മിഠായി അമ്മായി ഈ മിഠായി 5 രൂപ എഴുതിയിട്ടങ്ങനെ ഈ മിഠായി 2 രൂപ പാക്കല്ലാതെ 2 രൂപ ഉള്ളൂ ഈ സാധനം ഇവർക്ക് നഷ്ടമാണെന്ന് പറയണ്ടേ അമ്മായി പറയണേക്കെ നഷ്ടം എന്ന് പറയണ്ടേ ഒരു നാരങ്ങ 2 രൂപ എന്നോളൂ പറയണേക്കെ കൊച്ചിയില് ഇപ്പൊ വില കൂടി വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞില്ലേ പറയണേക്കെ നാരങ്ങ ഒരു 2 രൂപയുടെ നാരങ്ങ 2 കഷ്ണാക്കും 2 കഷ്ണാക്കും എന്നിട്ട് 15 വെച്ച് 30 രൂപയാ ഒരു നാരങ്ങക്ക് കിട്ടുന്ന വെള്ളവും കൂടി ഇച്ചിരി ഉപ്പ് കൂടി എന്നോട് ഈ കട മേടിക്കാൻ പറഞ്ഞ റെക്കമെൻഡ് ചെയ്യാൻ വന്നേക്കുന്നു മേടിക്കണോ മേടിക്കണോ കുളിക്കാൻ വേണ്ടി കുളിക്കാനാ ഇത്തിരി കൊളത്തി പോകാൻ പറയും അമ്മായി എന്നെ എടുക്കാനേ അതുങ്ങള് ഞങ്ങ ഇവിടെ പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കുന്നതിനാ അമ്മായിലും ഉണ്ടാവൂലോ ഞാനും കൂടെ പോണേ ഞാൻ എങ്ങും പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഈ വണ്ടി വെച്ചേക്കണ എന്തൊരു തടസ്സല്ലേ കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തൊരു തടസ്സത്തിന് വണ്ടികൾ നല്ല ചീത്ത പറയണോട്ടോടി